ആഹാ, ഒരു ബേക്കറി തുടങ്ങാനുള്ള സാധനങ്ങൾ മുഴുവൻ ഉണ്ടല്ലോ. അതൊക്കെ രവിയുടെ മുറി കൊണ്ടുപോയി വെക്ക്. ശരി. ഏയ്, വേണ്ട വേണ്ട വേണ്ട, അത് ഐശ്വര്യമായിട്ട് സാന്ദ്രയുടെ കയ്യിൽ കൊടുക്ക്. സാന്ദ്രയാ അതിന് പറ്റിയ ആള്. മടിച്ചു നിൽക്കാതെ വാങ്ങിച്ചോ സാന്ദ്ര. എന്തു പറ്റി സർ? ശ്രീലക്ഷ്മി, സാറിന്റെ മുഖം കണ്ടാൽ അറിയാം. എന്തോ ഉണ്ട്. എന്താ സർ? തന്നിൽ വല്ലാത്തൊരു ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. സംതിങ് സ്പെഷ്യൽ. എന്ത് ചേഞ്ച്? മുടങ്ങിപ്പോയ നമ്മളുടെ ശാന്തി മുഹൂർത്തം ഫിക്സ് ചെയ്ത് അന്ന് രാത്രി കയ്യിൽ ഇതുപോലെ ഒരു ഗ്ലാസ് പാലുമായിട്ട് വന്ന ശ്രീലക്ഷ്മി അന്ന് വലിയ നാണക്കാരിയായി. ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഏതൊരാണും ആഗ്രഹിക്കുന്ന, ജീവിതത്തിലെ ഒരു തവണ മാത്രം സംഭവിക്കുന്ന നാണത്തോടെയുള്ള അച്ചിരി. പക്ഷേ ഇന്ന് ആ നാണം തൻ്റെ മുഖത്ത് കാണാനാകുന്നില്ല. അതാ ഞാൻ പറഞ്ഞ ചേഞ്ച്. താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാറ് കാത്തിരുന്ന പോലെ ആ ദിവസം നാണത്തോടെ കയറി വന്ന ശ്രീലക്ഷ്മി അല്ല ഈ ശ്രീലക്ഷ്മി. ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത് സാർ ഒരിക്കലും കാത്തിരിക്കാത്ത ഒരാളാ. ഓ, അതെന്താണോ? അപ്പോ തനിക്ക് ഞാനറിയാത്ത വേറൊരു മുഖമുണ്ടോ? അത് കൊള്ളാലോ. അപ്പോ മൊത്തത്തിൽ എത്ര മുഖമുണ്ട്? സാർ, പിന്നെ അല്ലാതെ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ചേഞ്ച് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്തായിരുന്നു എന്റെ ശ്രീലക്ഷ്മിയുടെ അന്നത്തെ നാണം? ഇതെന്തു പറ്റി? അത് പിന്നെ മനസ്സിലായി. തനിക്ക് ഇതൊക്കെ ഒരു ശീലമായിരുന്നേ. തന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞ് എത്ര ദിവസമാണ് നമ്മൾ വെറുതെ സ്പോയിൽ ചെയ്തത്. അമ്മയുടെ ഓരോരോ വിശ്വാസങ്ങളല്ലേ. അതാ പിന്നെ ഞാനും പോട്ടേന്ന് വെച്ചത്. താൻ ആ ഗ്ലാസ് അവിടെ വെച്ച് എന്നിട്ട് വാ. രണ്ടാമത്തെ തവണ ആയതുകൊണ്ട് ആഡംബരങ്ങളൊക്കെ ഞാനായിട്ട് തന്നെ അങ്ങോട്ട് ഒഴിവാക്കി. അല്ല സർ, പാല്. ഇന്നത്തെ ഈ മനോഹരമായ രാത്രി എനിക്ക് തന്നോട് ഒരു അപേക്ഷയുള്ളൂ. ദയവ് ചെയ്ത് പാലിന്റെ കാര്യം മാത്രം പറയരുത്, പ്ലീസ്. ആ ഒരു ആചാരം മനഃപൂർവ്വം നമുക്കങ്ങോട്ട് മറക്കാം. നമുക്ക് കഴിക്കാനായി ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ ധാരാളം ഉണ്ട്. ഇന്നത് മതി. ശരി സർ.
അപ്പോ ഇന്നെന്റെ പ്രിയതമ വളരെ ഫാസ്റ്റ് ആണല്ലോ. ആ ഏയ്, അങ്ങനെ ഇപ്പൊ സ്വീറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്ന വിചാരിക്കണ്ട. ഞാനേ സാറിനോടൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് സാർ കൃത്യമായ ഒരു ഉത്തരം നൽകിയാൽ മാത്രമേ ഈ സ്വീറ്റ്സ് കഴിക്കാൻ പറ്റൂ. അതെ, ഇത്രയും ദിവസം കാത്തിരുന്നത് ക്യൂസ് കോമ്പറ്റീഷൻ നടത്താനല്ല. പിന്നെ അതൊക്കെ പറയാം. ആദ്യ ഉത്തരം, അത് കഴിഞ്ഞേ ഉള്ളൂ എന്ത്. ദേ, ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരി, ഞാൻ ചോദിക്കും. എന്റെ രവിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? ശ്രീലക്ഷ്മിയാണോ അതോ രാജനന്ദിനിയാണോ? എന്താ ശ്രീലക്ഷ്മി, എന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? ഓ, എനിക്ക് മനസ്സിലായി. രാജനന്ദിനിയായ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമാവും എന്നല്ലേ രവി കരുതുന്നേ? അതോ എന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ രാജനന്ദിനിക്ക് വിഷമാവും ഓർത്താണോ? അതിന് രാജനന്ദിനി ജീവിച്ചിരിപ്പില്ലല്ലോ ശ്രീലക്ഷ്മി. അങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും വിഷമോ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. രാജനന്ദിനി ഇല്ലെന്നോ? ആര് പറഞ്ഞു രാജനന്ദിനി ഇല്ലെന്ന്? ദേ, രവിയുടെ മുന്നിൽ തന്നെ ഇല്ലേ രവിയുടെ സ്വന്തം രാജനന്ദിനി. നിനക്ക് വേണ്ടി, നിന്നിൽ ചേരാനായി തപസ് ചെയ്ത് നിനക്കായി കാത്തിരുന്ന